പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മടങ്ങിവരവ് UDFന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുമോ എന്നതായിരുന്നു അടുത്ത രാഷ്ട്രീയമായ ചോദ്യം. അതിനു മുമ്പ് എങ്ങനെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വരവിന്റെ രാഷ്ട്രീയ നാടകം അരങ്ങേറിയത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒന്ന് കാണാം. Kerala battled in number 1 election channel 24. UDFന്റെ തലയെടുപ്പുള്ള ക്രൈസിസ് മാനേജർ, പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്ന് കരകയറ്റിയ മലപ്പുറത്തിന്റെ സുൽത്താൻ, മുസ്ലിം ലീഗിനെ അഖിലേന്ത്യാ തലത്തിൽ ശക്തിപ്പെടുത്താനും ഫാഷിസത്തിനെതിരെ ശബ്ദം മുഴക്കാനും 3 വർഷം മുൻപ് ഡൽഹിയിലേക്ക് വണ്ടി കയറി. ആ വിടവ് UDF രാഷ്ട്രീയത്തിൽ അക്കാലയളവിൽ പ്രകടമായിരുന്നു. ആടിയുണഞ്ഞ UDFനെ പിടിച്ചു നിർത്താൻ പലപ്പോഴും നേതാക്കൾ നന്നേ വിയർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ പാണക്കാട്ട് നിന്ന് തീരുമാനിച്ചതും നിർണായകം. മുസ്ലിം സാമുദായിക സംഘടനകളുടെ കൂട്ടായ്മയൊരുക്കി CPIMനെ തുടക്കത്തിലെ ഞെട്ടിച്ചു. LDFൽ നിന്ന് ഓരോരുത്തരെയായി ഇളക്കി മാറ്റാൻ രാഷ്ട്രീയത്തിലെ അപൂർവ തന്ത്രജ്ഞന് ഏറെ സമയം വേണ്ടി വന്നില്ല. പാർട്ടിയിൽ നിന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും തുടർഭരണം പ്രതീക്ഷിക്കുന്ന ഇടതുമുന്നണിക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് ആകുമോ ആ വരവ്? പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മടങ്ങിവരവ് UDFന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുമോ എന്നതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് 3 ഓപ്ഷനുകൾ നൽകിയിരുന്നു. വർദ്ധിപ്പിക്കും, വർദ്ധിപ്പിക്കില്ല, അറിയില്ല എന്നീ 3 ഓപ്ഷൻസ്. ആൻഡ് ദി റിസൾട്ട് ഈസ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇഫക്റ്റ് ഇൻ കേരള പൊളിറ്റിക്സ്. മടങ്ങിവരവ് 45% പറയുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വരവ് UDFന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കും. 45%. 37% വർദ്ധിപ്പിക്കില്ല, അറിയില്ല എന്ന് പറയുന്നത് 18%. 45% മെജോറിറ്റി സേസ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ റിട്ടേൺ, തിരിച്ചുവരവ്, കേരള രാഷ്ട്രീയത്തിലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി സജീവമായത് UDFന്റെ സാധ്യതകളെ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു.